യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചു. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, എല്ലാവരോടും കൂടെ സന്തോഷിക്കും. 16-ാമത്തെ വാക്യം വായിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തു, ഫിലിപ്പി ദേശത്തിൽ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു. ലുദിയ എങ്ങനെ വന്നെന്നും ഓരോരുത്തർ എങ്ങനെ വന്നെന്നും അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ആ പ്രവർത്തനം തുടങ്ങിയത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും അധ്വാനിച്ചിട്ടാണ് ദേവദാസൻ പറയുന്നത്, ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും. പല പ്രാവശ്യം അവർക്ക് ലേഖനം നമ്മൾ മനസ്സിലാക്കണം, ഈ 13-14 ലേഖനമല്ല പൗലോസ് എഴുതിയത്, 100 കണക്കിന് എഴുത്തുകൾ എഴുതി. പൗലോസിനെ ദൈവം ഉപയോഗിച്ച ഒരു ശൈലിയാണ് എങ്ങനെയാ പ്രബോധനം, അത് പെട്ടെന്ന് മറന്നു പോകും. ഇപ്പോൾ ഇന്നത്തെ പ്രസംഗം ഇത് പലപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ കയറുന്നുണ്ട്, ആർക്ക് വേണമല്ലോ എവിടെ വേണമല്ലോ ഏത് കാലത്തും ഇനി 50 വർഷം കഴിഞ്ഞും ദൈവകർത്താവിന് വരവ് താമസിച്ചാൽ കേൾക്കാം. പക്ഷേ അന്ന് അങ്ങനെ അല്ലല്ലോ. ഒരു അപ്പോസ്തോലൻ വന്ന് പ്രസംഗിക്കും. ഗലാത്യ സഭയിൽ എന്തുവാ സംഭവിച്ചത്? അപ്പോസ്തോൽ പോയതിൻ്റെ പുറേ അവരതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ വചനമൊക്കെ അവരെന്ത് ചെയ്തു? മറന്നുപോയി. ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? അത് ആശ്ചര്യക്കാരെ. അതിലും വലിയ ലോകത്തിൻ്റെ വിഷയങ്ങളും അല്ലെ അത് കഴിഞ്ഞ് വന്ന ദൈവദാസന്മാർ മാറ്റി പ്രസംഗിച്ചതും ഒക്കെ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? മറന്നുപോയി. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറക്കുവാണോ? ഈ യേശു കർത്താവ് ചോദിക്കുന്നത്, ഞാൻ പറയുന്ന വാക്കുകൾ എന്നാ മനസ്സിലാകാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാത്താൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാം. കർത്താവ് സംസാരിച്ചത് ആദാമും ഹവ്വയ്ക്കും പോലും എന്തോ സംഭവിച്ചത്? അത് കഴിക്കല്ല എന്നുള്ള കൽപ്പന അവരെന്ത് ചെയ്തു? ഒരു നിമിഷം അങ്ങ് മറന്നുപോയി. അത് പ്രാധാന്യത കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ കൂടെ പോയില്ല. അതുകൊണ്ട് ഇവരോട് പറയുക, ലേഖനത്തിൽ കൂടെ എഴുതുമ്പോൾ ഇത് ഇന്നടത്ത് വായിച്ചത് ലവോദിക്ക സഭയിലൂടെ വായിക്കണം. അപ്പം എല്ലായിടത്തും ഒന്ന് മാറി മാറി വായിക്കുമ്പോൾ ഇടയ്ക്ക് മറന്നു പോകുമ്പോൾ ഒന്നുകൂടെ എടുത്തു നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്തിനാ വചനം? ചിലരൊക്കെ വചനം ഭയങ്കരമായിട്ടൊന്ന് വായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, അതെന്തെങ്കിലും ഒരു വാക്യമെങ്കിലും ശരിക്കും ഒന്ന് തലയ്ക്കകത്ത് കയറിയായിരുന്നു എത്ര നല്ലതായിരുന്നു. അത് ജീവിതത്തിലുണ്ടായിരുന്നു, അതിന് പ്രാധാന്യത കൊടുത്തായിരുന്നു. എന്തോ ഒരു ദിവസം ഈ ബൈബിൾ റീഡിങ് പ്ലാനിലൊക്കെ ചെയ്യുന്നത് 2 അധ്യായം പഴയ നിയമത്തിൽ നിന്ന് 1 അധ്യായം പുതിയ നിയമത്തിലാണ്. അങ്ങനെ ഒരു ബൈബിൾ റീഡിങ് പ്ലാൻ വർഷങ്ങളായിട്ടുണ്ട്. അത് നല്ലതാണ്, ഇതൊക്കെ ഓർഗനൈസേഴ്സ് അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓർഗനൈസ് ചെയ്തൊരു ബൈബിൾ റീഡിങ് പ്ലാൻ ബുക്കുണ്ട്, കാർഡിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പം 365 ദിവസം കൊണ്ട് നമ്മൾ ബൈബിൾ എന്ത് ചെയ്യും? തീർക്കും. ഇൻ 1 ഇയർ 2 അധ്യായം പഴയ നിയമത്തിൽ നിന്നും 1 അധ്യായം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചാൽ 1 വർഷം കൊണ്ട് തീർക്കും. അപ്പോൾ എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്, അതുകൊണ്ട് എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ച് കാണും ഇങ്ങനെയുള്ളവർ. ഇതൊന്നും അകത്ത് കയറിയില്ലെങ്കിൽ എന്നാ പ്രയോജനം ഇല്ലേ? സ്തോത്രം. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ ഇവർക്ക് എഴുതുന്നത് ഇവരൊന്ന് ഓർക്കുവാൻ, ഒന്ന് ഉണരുവാൻ. അതുകൊണ്ടാണ് ഇവരോട് വീണ്ടും പറഞ്ഞത്, ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകല്ലേ. അധ്വാനിച്ച ദൈവദാസനായി പറയുന്നു, ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകല്ലേ. എനിക്കും ക്രിസ്തുവിൻ്റെ നാൾ വലിയ പ്രതിഫലം കിട്ടണം. നിങ്ങൾക്കും ആ അധ്വാനം അല്ലെങ്കിൽ ആ പ്രയത്നം നിമിത്തം നിങ്ങൾക്കും എന്ത് ചെയ്യണം? വലിയ പ്രതിഫലം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട്ട് നിത്യത പ്രാപിച്ചുമില്ല. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും എല്ലാം താൻ സന്നദ്ധൻ സംഘം എന്നുള്ള സ്ഥാനം വിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര രാജാവിന് വ്യക്തിപരമായിട്ട് അറിയാം. വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് വന്നു എന്നല്ലെങ്കിൽ നിൻ്റെ യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്, ബുദ്ധിഭ്രമം വന്നു എന്ന് പറയുമാറ് താൻ അതുപോലെ വിദ്യാഭ്യാസമുള്ളവൻ, ഒരു ആയുസ് മുഴുവൻ നല്ല തൻ്റെ സ്റ്റാൻഡേർഡുള്ള രാജകുമാരിയെ പോലുള്ള ഒരു സഹോദരിയും കല്യാണം കഴിച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള കുറച്ച് എന്ന് വെച്ചാൽ ആ തൻ്റെ കൂട്ട് തന്നെയുള്ള കഴിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുറച്ച് മക്കളും ജനിച്ച് തനിക്ക് തൻ്റെ പിതാവിൻ്റെ വ്യാപാരവും ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വേണം ജീവിക്കാമായിരുന്നു. എന്നിട്ട് തനിക്ക് ശുശ്രൂഷിക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും താൻ ചെയ്യാതെ ഒരു കുടുംബജീവിതം പോലും വേണ്ട, അല്ലെങ്കിൽ കുടുംബം ഉണ്ടായിരുന്നു അത് വേണ്ടാന്ന് വെച്ചതാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒന്നും ലോകത്തിൽ വേണ്ട, ലാഭമായതുള്ളതെല്ലാം വേണ്ട, ചപ്പും ചവറുമായിട്ട് എണ്ണിയിട്ട് ഇറങ്ങിയാണ് താൻ എന്ത് ചെയ്തത്? ഫിലിപ്പി ദേശത്തെ ജാതികൾ ബലപ്പെടാൻ, എഫെസോസ് ദേശത്തെ ജാതികൾ ബലപ്പെടാൻ 2-3 ഭൂഖണ്ഡത്തിൽ ഗ്രാമം തോറും പ്രവർത്തിച്ചിട്ട് സ്തോത്രം. എന്നിട്ട് താൻ പറയുക, എന്നിട്ട് അവസാനം ഇപ്പം കിടക്കുന്നത് എവിടാ? ജയിലിൽ. ഈ ജയിലിൽ തൻ്റെ അവസാനമായി തീരാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക.
ഞാനിനി എൻ്റെ രക്തം ചിന്തേണ്ട വന്നാലും, അതാ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. എൻ്റെ രക്തം ഒഴിക്കേണ്ട വന്നാലും, നിങ്ങൾക്ക് ആ വിശ്വാസത്തിൽ വളരണം, അതിനുവേണ്ടി ഞാൻ സഹിച്ച ത്യാഗം, അതിനെൻ്റെ രക്തം ഒഴിക്കേണ്ട വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ മാത്രമല്ല നിങ്ങളും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്നെ അവർ കൊന്നു, വാള് വെച്ചാണല്ലോ വെട്ടുന്നത്, തല കീഴായിട്ട് പത്രോസിനെ വെട്ടി എന്ന് സഭാചരിത്രം പറയുന്നു. അല്ലെങ്കിൽ പൗലോസിനെ അല്ലാതെ തല ചരിച്ചു വെച്ച് നമുക്കറിയാം. ഈ ഗില്ലറ്റ് എന്നൊക്കെ പറയുന്നത് എന്തുവാ, നമ്മളിപ്പം ഗില്ലറ്റ് റേസർ എന്നൊക്കെ പറയും. ഈ ഗില്ലറ്റ് എന്ന് പറയുന്നത് അന്ന് കൊല്ലാൻ ഉപയോഗിച്ച ബ്ലേഡാണ്, യൂറോപ്പിലുള്ള ബ്ലേഡാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോ, താഴെയും ഒരു ബ്ലേഡ് മേളിലും ഒരു ബ്ലേഡ് വന്ന് ഒരൊറ്റ കയർ വിടുന്ന ഉടനെ വന്ന് ഒരൊറ്റ വീഴ്ചയാണ്, ആ തല രണ്ടായി. ആ ബ്ലേഡിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു കൊല്ലുന്ന രീതി, അല്ലെങ്കിൽ ഫൈൻ മെറ്റൽ, ഹാർഡൻ മെറ്റൽ, ഷാർപ്പ് മെറ്റൽ, അതങ്ങനെ ചെയ്യുന്ന ആ ഒരു കൊല്ലുന്ന ആ ഉപകരണത്തിൻ്റെ അവിടെ തൂക്കുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഗില്ലറ്റ്. അതാണ് പിന്നീട് നമുക്ക് റേസർ അല്ലെങ്കിൽ ഷേവിങ് ബ്ലേഡായിട്ടൊക്കെ വന്ന കമ്പനി. അപ്പം ഗില്ലറ്റ് അല്ലെങ്കിൽ അങ്ങനെ തല ഛേദിച്ച് വാളുകൊണ്ടും ഈ ഗില്ലറ്റ് ഉള്ള രീതിയിൽ ആ ബ്ലേഡ് കൊണ്ടും ഒക്കെ തല ഛേദിക്കുന്ന രീതി അന്നത്തെ യൂറോപ്യൻ രീതി. അപ്പം എൻ്റെ തല ഛേദിച്ച് ഞാൻ രക്തം അവിടെ തറയിൽ മുഴുവൻ തെറിക്കും. ഞാൻ ഈ ദേശത്ത് രക്തം ചിന്തേണ്ട വന്നാലും നിങ്ങൾ ദുഃഖിക്കേണ്ട, ഞാനും സന്തോഷിക്കണമെങ്കിൽ, ആ നാളിൽ ഞാൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ശരിക്കും ഒന്ന് ആത്മാവിൽ ജീവൻ പ്രാപിച്ച്, നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ലേഖനം എഴുതിയോ അതനുസരിച്ച് നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നിങ്ങളുടെ സഭയിൽ ഒരു ഐക്യത കുറവ് വരാതെ, നിങ്ങളുടെ സഭയിൽ ഒരു സ്നേഹക്കുറവ് വരാതെ, നിങ്ങൾക്ക് കാഴ്ചപ്പാടിനൊരു വ്യത്യാസം വരാതെ, യെസ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല, ഞാൻ സന്തോഷിക്കും, രക്തചിന്തേണ്ട വന്നാലും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ ഫിനിഷ് മൈ മിനിസ്ട്രി. എൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ഞാൻ ചെയ്തു, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ആ വലിയ സന്തോഷം ഉണ്ടാകട്ടെ. ദുഃഖിക്കേണ്ട, ഞാൻ മരിച്ചാലും അല്ലെ അവരെന്നെ കൊന്നാലും ദുഃഖിക്കേണ്ട. അടുത്തൊരു വാക്യം തിമോഥെയോസിനെ പറ്റിയാണ് പറയുന്നത്. അടുത്ത വാക്യം തൊട്ട് വായിച്ചാൽ, നിങ്ങളുടെ വസ്തുത അറിഞ്ഞെങ്കിൽ എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കണമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞില്ലേ, ദാറ്റ് ഐ മേ നോ യുവർ സ്റ്റേറ്റ്. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ ഞാൻ താമസിക്കാതെ അങ്ങോട്ട് ആരെ അയക്കുന്നു? വേറെ ആരെ അയക്കാനാ? കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചു, സഭയിലൊക്കെ ചെറുപ്പക്കാരുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. സ്നാനത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്, സ്നാന ടാങ്ക് കഴുകാനുണ്ട്, അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ ഓരോ സഭകളിലൊക്കെ, ഇവിടെ ഒന്നും വേണ്ട, നമ്മൾ ഈ ന്യൂജൻ സഭകൾ എന്നൊക്കെ പറയുന്ന പല സഭകൾ പോലും നേരത്തെ ബൈബിൾ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്നാനത്തിന്, അവരുടെ വിവാഹത്തിന്, അവരുടെ ആൾക്കാർ മരിക്കുമ്പോഴൊക്കെ ഈ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്ന നിമിത്തം എന്നെയും വിളിക്കുവാൻ, അവരുടെ സഭയിലെ പാസ്റ്ററും ഉണ്ട്, എന്നെയും വിളിക്കും. തലേദിവസമൊക്കെ അവരുടെ വീട്ടിൽ പോകാനും പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിലൊക്കെ തലേദിവസം ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച ദിവസം തൊട്ട് സഭാവിശ്വാസികൾ മുഴുവനും അവിടെ ഉണ്ട്. എനിക്കിപ്പോൾ പലരുടെ കാര്യങ്ങൾ ഓർമ്മ വരും. നമ്മൾ ഈ വചനപ്രകാരം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അവർക്ക് അറിയത്തില്ല, അവർ ഒത്തിരി വളരാനുണ്ട്, വിശുദ്ധിയും വേർപാടും ഇല്ലെന്നൊക്കെ പറയുന്ന അവർ തലേദിവസം തൊട്ട് എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട്, സഭ മുഴുവനും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു, സഭയിൽ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരും ബിസിയാണ്, എല്ലാവർക്കും ജോലിയാണ്, ആരും ഒരു കാര്യത്തിനൊന്നും, സഭയുടെ ഒരു വിഷയത്തിനൊന്നും മുൻപോട്ട് നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം ദൈവദാസൻ ഒരാളെ ഏൽപ്പിക്കണമെങ്കിലും, ഇനി കർത്താവ് ഒരാളെ ഏൽപ്പിക്കണമെങ്കിലും അതെങ്ങനെയുള്ളവരായിരിക്കണം? അതിനുള്ളൊരു മനസ്സുള്ളവരായിരിക്കണം. അത് ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട്. ഞാൻ ഒരാളെ, നമ്മളീ പൊതുവെ നാട്ടിൽ പറയുമല്ലോ, ഭായിമാരെ കൊണ്ട് പണിയിപ്പിക്കുക എന്ന് പറയും. ഭായിമാരെ കൊണ്ട് പണിയിപ്പിക്കുന്നവർക്കറിയാം, ഒന്നും അവരവരുടെ ബുദ്ധി ഉപയോഗിക്കത്തില്ല, കണ്ടറിഞ്ഞ് ചെയ്യത്തില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യും, അത് നിർത്താൻ പറയുന്ന വരെ അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു രീതിയാണ്. പക്ഷേ അവർക്കൊരു ഗുണം എന്ന് പറയുന്നത് 5 മണി വരെ ആ വർക്കിന് കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും അവർ ചെയ്തോളും, അല്ല രാവിലെ വരാൻ പറഞ്ഞാൽ ചെയ്തോളും, പണിയിൽ ഇല്ലാത്ത ഇച്ചിരി എക്സ്ട്രാ കാര്യം പറഞ്ഞാൽ ചെയ്തോളും. പക്ഷേ ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുള്ള, ദേ ആർ നോട്ട് ലൈക്ക് മൈൻഡഡ്. മലയാളികൾക്ക് ആ കാര്യത്തിനൊക്കെ ഇച്ചിരി പരിജ്ഞാനവും ബുദ്ധിയും വൃത്തിയും ഒക്കെ കൂടുതലാണ്. നമ്മുടെ കൂട്ട് അവർ ചിന്തിക്കത്തില്ല, നമ്മുടെ കൂട്ട് വൃത്തിക്ക് ചെയ്യത്തില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വിശ്രമം കൂടാതെ ചെയ്യും. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ, ഇത് ആരുടെ ജ്ഞാനോ, പാസ്റ്ററിൻ്റെ ജ്ഞാനോ അല്ല, നമ്മളിലെല്ലാവരും വരേണ്ടത് യേശുവിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ചില കാര്യവുമായിട്ട്
പരീക്ഷന്മാരാണ്, ന്യായശാസ്ത്രിമാരാണ്, കർത്താവിനെ പൂട്ടാൻ വേണ്ടിയുള്ളത് അകത്ത് ചിന്തിച്ച് നല്ല ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിതങ്ങോട്ട് പബ്ലിക്കിൽ പറയുമ്പോൾ കർത്താവ് ലജ്ജിച്ചു പോകും, യേശു കർത്താവ് മിണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പല ക്രുക്കഡായിട്ട് ചിന്തിച്ച് കുബുദ്ധിയിലും വളരെ വല്ലാത്ത ഉപായമൊക്കെ ഉപയോഗിച്ച് പരസ്യമായിട്ട് അല്ലെങ്കിൽ യേശുവിനെ ലജ്ജിപ്പിച്ച് കളയുവാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവർ വന്ന് അവിടെ നിൽക്കുമ്പോഴേ കർത്താവ് അവരുടെ മുഖത്ത് നോക്കി എന്തു പറയും? അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് പറയും. അവരുടെ അന്തം വിട്ടു പോയെന്നല്ല നമ്മൾ പറയേണ്ടത്, അവരുടെ ഗ്യാസ് എന്ന് വെച്ചാൽ അവർ ചീർത്ത് വന്നിരിക്കുമ്പോൾ ഷൂന്ന് പറഞ്ഞ് ലജ്ജിച്ച് പോകേണ്ട വന്നിട്ടുണ്ട്. അവരും അവരെ കൊണ്ട് ഇത് പ്രേരിപ്പിച്ച പിശാചും. അതാണ് ദൈവിക ജ്ഞാനം. സ്തോത്രം. ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്ന കർത്താവ്. ഒരാൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിവേചനത്തിൻ്റെ വരം എന്തുവാ? അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്തുവാണ്? ഒരു ആത്മീയനല്ലാത്ത, ആത്മാവിനാൽ നടത്തപ്പെടാത്ത ഒരാൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം അറിഞ്ഞ് അതിനെ, ആ ബോംബിനെ എന്ത് ചെയ്യണം? നിർവീര്യമാക്കണം. അതിന് ദൈവിക ജ്ഞാനം വേണം, അഭിഷേകം വേണം. അത് നമ്മളെല്ലാവരും ഈ ദിവസങ്ങൾ പ്രാപിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ പൗലോസ് അപ്പോസ്തലൻ അയക്കാൻ പറ്റത്തുള്ളൂ. ഒരു കോംപ്രമൈസ് ഇല്ലാത്ത മനുഷ്യനാണ് അപ്പോസ്തലൻ. ആവുന്നത് ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൂടി കൊണ്ടുപോകണമെന്ന്. ആദ്യത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് ഇടയ്ക്കിട്ടിട്ട് പോയി. അതുകൊണ്ട് കഷ്ടത വന്നപ്പോൾ, കഷ്ടത കൂടിയപ്പോഴായിരിക്കും തീർച്ചയായിട്ടും ഇടയ്ക്കിട്ടിട്ട് പോയപ്പോൾ. ബർന്നബാസ് ആണല്ലോ പൗലോസിനെ കൊണ്ടുവന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരെ പരിചയപ്പെടുത്തിയത്. ബർന്നബാസ് ആണ് പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. പൗലോസിനെ ശുശ്രൂഷയിൽ എൻകറേജ് ചെയ്തതും ഇറക്കിയതും ഒക്കെ ആരാണ്? ബർന്നബാസാണ്. സൈലൻ്റായിട്ട് നിൽക്കുന്നെങ്കിലും തനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷയാണ്. ആ ബർന്നബാസ് പറഞ്ഞിട്ട് പോലും ആവുന്നത് പറഞ്ഞു അപേക്ഷിച്ചു മർക്കോസിനെ കൂടെ കൂട്ടിയില്ല. ഷീലാസിനെ കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? അടുത്ത മിഷണറി യാത്രയിൽ പോയത്. എന്നിട്ട് അതിൻ്റെ ദേശത്തിന് ബർന്നബാസ് എന്ത് ചെയ്തു? മർക്കോസിനെയും കൂട്ടി ഇപ്പോൾ താനും വേറൊരു വഴിക്ക് ശുശ്രൂഷയ്ക്ക് പോയി. നമുക്കത് ബൈബിളിൽ കാണാം. കാരണം താൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് അതിൻ്റെ പെർഫെക്ഷൻ വേണം. ആ ഏക മനസ്സുള്ളവരെ മാത്രമേ താൻ കൂടെ കൊണ്ടുപോകത്തുള്ളൂ. യേശു കർത്താവ് എങ്ങനെ ശുശ്രൂഷ ചെയ്ത്? മറ്റുള്ളവരോട് 9 പേരോടും പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പത്രോസും യോഹന്നാനും യാക്കോബിനെ മാത്രമേ ചില വലിയ ശുശ്രൂഷകൾ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയത്ത് മുറിക്കകത്തോട്ട് കയറി ആ മരിച്ച ആലികയുടെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കേണ്ട സമയത്തും മറുരൂപമലയിലും ഒക്കെ കൊണ്ടുപോയത് ആരെ മാത്രമേ കൊണ്ടുപോയതുള്ളൂ? ലൈക്ക് മൈൻഡഡ്. ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ച് കൂടുന്നവരാരായിരിക്കണം? ലൈക്ക് മൈൻഡഡ്. നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ മനസ്സ് ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണോ ദൈവമക്കളെ? ഈ ദിവസങ്ങൾ നമ്മളെ അതിനു വേണ്ടി പണിയുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ പറയുക, തിമോത്തിയോസിനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തായിട്ട് അയക്കുന്നത്. അവൻ വരും. തിമോത്തിയോസിൻ്റെ പ്രത്യേകത എന്തുവാ? 21. എല്ലാവരും അന്വേഷിക്കുന്നത് എന്തുവാ? സ്വന്തം കാര്യമാണ്. എന്നാ അങ്ങനെ ദൈവദാസന്മാരായി പോകുന്നത്? എല്ലാവരും എന്നും പറഞ്ഞാൽ ഇവിടെ വിശ്വാസികളെ അല്ലല്ലോ വിടുന്നത്. താൻ സാധാരണ വിശ്വാസികളെ അല്ലല്ലോ ഓരോ സ്ഥലത്ത് വിടുന്നത്. ആ തിമോത്തിയോസിനെ പോലെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയിൽ വിളിക്കപ്പെട്ടവരും ശുശ്രൂഷയിൽ തന്നെ വർഷങ്ങളായിട്ട് മറ്റൊരു സഭയെ, ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുവാൻ ഒരു വിശ്വാസിയായ സുവിശേഷകന് പറ്റും. പക്ഷെ ഒരു സഭയെ എൻകറേജ് ചെയ്യണമെങ്കിൽ താനും ഒരു ഇടയനായിരിക്കണം. താൻ വർഷങ്ങളായിട്ട് ഇടയ ശുശ്രൂഷ ചെയ്തുള്ള ഒരാളായിരിക്കണം. അപ്പോസ്തോലിക പല ഇടയന്മാരെ എൻകറേജ് ചെയ്യുവാൻ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളിയുള്ള ആളായിരിക്കണം. അപ്പം അങ്ങനെ ഒരു ശക്തനായ, അതിനുള്ളൊരു വിളിയും അഭിഷേകവും ഉള്ള ഒരു ദൈവദാസനെ താൻ പലരുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോഴത്തേക്ക് ഇത് പൗലോസ് ശുശ്രൂഷ തുടങ്ങി ഒരു 20-30 വർഷം ആയി. അപ്പോൾ അത്രയും വർഷം കൊണ്ടുള്ള ഇത്രയും സഭകൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. അപ്പം ഇപ്പോൾ ഒരു തിമോത്തിയോസ് മാത്രമല്ല, പല ദൈവദാസന്മാർ മനസ്സിൽ വന്നു. പക്ഷെ ആരും വിടുവാൻ കഴിയത്തില്ല. കാരണം തെറ്റൊന്നും ബൈബിളിൽ എഴുതത്തില്ല, പോഷ്കൊന്നും ബൈബിളിൽ എഴുതത്തില്ല, സത്യം മാത്രമേ എഴുതത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പരിശുദ്ധാത്മാവിൽ താൻ എഴുതുക, തിമോത്തിയോസിനെ അല്ലാതെ വേറെ ആരും എനിക്ക് അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. കാരണം മറ്റുള്ള ചിലരെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാവരും. ഇത് സത്യമാണ് ദൈവമക്കളെ. ആ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാർ തിമോത്തിയോസ് അല്ലാതെ, പൗലോസ് അല്ലാതെ എല്ലാവരും, അല്ലെങ്കിൽ ഒരാളെ അയക്കാൻ പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ, അവരൊക്കെ അവരുടെ ഒരു ഏരിയ ഓഫ് മിനിസ്ട്രി ഉണ്ട്. പൗലോസിന് അയക്കാൻ പറ്റിയ ദൈവദാസന്മാർ, പൗലോസ് നിമിത്തം ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പൗലോസ് ആക്കിയ ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ അകത്ത് തിമോത്തിയോസിനെ അല്ലാതെ വേറെ ആരും, മറ്റുള്ള എല്ലാവരും, ചിലർ നല്ല എഴുതിയിരിക്കുന്നത് എല്ലാവരും ദേ ആർ സീക്കിംഗ് ദെയർ ഓൺ തിങ്സ്. അവരവരുടെ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കും.
അതെങ്ങനെ എന്നെ അങ്ങനെ ആയിപ്പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയിപ്പോകുന്ന എന്നാ? ദൈവദാസന്മാരെല്ലാം ഇറങ്ങിയത് സമ്പൂർണ്ണമായിട്ടൊരു സമർപ്പണത്തോടു കൂടിയല്ലേ എത്തിയത്. പൂർണ്ണ സമർപ്പണം, ഇല്ലൊരു സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടി എല്ലാവരും ഇറങ്ങിയത്. പിന്നെ എന്നെ എല്ലാവരും അങ്ങനെ ആയിപ്പോകുന്നു. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസികളെ അല്ല പിശാചിനെ ക്ഷീണിപ്പിക്കേണ്ടത്. പിശാചിന് ആരെയാണ് ക്ഷീണിപ്പിക്കേണ്ടത്? മുൻപിൽ നിൽക്കുന്നവർ. യുദ്ധത്തിൽ ആരോട് അറ്റാക്ക്? മുൻപിൽ നിൽക്കുന്നവരോട് അറ്റാക്ക്, ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക്. അവരെ ക്ഷീണിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് സാത്താൻ പിന്നെ അടുത്ത അല്ലെങ്കിൽ ശുശ്രൂഷ, അടുത്ത ലെവൽ മിനിസ്റ്റേഴ്സിനെ സാത്താൻ അന്വേഷിക്കുന്നത്. മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയാൽ, ഫോർ എക്സാമ്പിൾ, ഞാനങ്ങനെ അവസാനം വരെ മാറല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുടുംബത്തിൻ്റെ കാര്യം ഞാൻ അധികം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് വിഷയവുമല്ല. കർത്താവിന് വിഷയമാണെങ്കിൽ മാത്രമേ ഉള്ളൂ വിഷയം. കർത്താവിൻ്റെ കാര്യം അന്വേഷിച്ച് തന്നെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ തീരുമാനമെടുത്തത്. അതിൽ മാറ്റങ്ങളൊന്നും വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവസാനം വരെ അങ്ങനെ തന്നെ നിൽക്കണമേ എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയുക, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോഴും അല്ലെ അങ്ങനെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോഴും ആ ദൈവദാസൻ്റെ കാഴ്ചപ്പാടായിരിക്കും ശക്തമായിട്ട് ആ ഉപദേശത്തിൽ വെളിപ്പെടുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇല്ലാത്തത് പറയുവാൻ കഴിയത്തില്ല. ശിഷ്യത്വമൊക്കെ ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്. ബൈബിളൊക്കെ അല്ലെങ്കിൽ ആ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള പുസ്തകങ്ങളൊക്കെ പല ഓതേഴ്സ് എഴുതിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് ആ ത്യജിക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ത്യജിക്കണം എന്ന് പറയുന്നതിന് പോലും ഒരു ശക്തി കാണത്തില്ല അവരവരുടെ സ്വന്തം ജീവിതത്തിൽ ലോകത്തെ ത്യജിച്ചില്ലെങ്കിൽ. ലോകത്തിലും അതിനുള്ളതിനെ അവർ തീരെ പ്രാധാന്യത കൊടുക്കാതെ ഡിസൈപ്പിൾഷിപ്പ് പഠിപ്പിച്ചാലേ ആ ശിഷ്യത്വത്തിൻ്റെ ക്ലാസ് ശക്തിയുള്ളതായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ ജ്ഞാനം വെളിപ്പെടും. കേൾക്കുമ്പോൾ ഒരു രസം, എ പ്രസൻറ്റേഷൻ ഓഫ് വേർഡ്സ്, നല്ല ഒറാക്കിൾ അല്ലെങ്കിൽ നല്ല വാഗ്മികൾ നല്ല പോലെ അത് പ്രസൻറ്റ് ചെയ്താൽ കേൾക്കുമ്പോൾ ഒരു രസം കാണും. പക്ഷേ ജീവിതത്തിലുള്ളവൻ അത് ശുശ്രൂഷിക്കുമ്പോൾ അനേകർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും ജീവിതത്തിൽ ലോകത്തിൻ്റെ പല വിഷയങ്ങൾ ദൈവാത്മാവ് ഇടപെടുന്ന അനുസരിച്ച് ത്യജിക്കുവാൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കാഴ്ചപ്പാട് മാറിയെന്ന് വിചാരിച്ചു. ഏതെങ്കിലും രീതിയിൽ സാധാരണ ദൈവദാസന്മാർ ഏതൊക്കെ? പണം, സ്ഥാനം, വലിയ പ്രസ്ഥാനം, 10,000 വിശ്വാസികളുള്ള ചർച്ച്, ഇതൊക്കെയല്ലേ ദൈവദാസന്മാരെ ക്ഷീണിപ്പിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന ടൂള്. ഇവിടൊക്കെ അങ്ങോട്ട് പേരും പ്രസക്തിയും സ്ഥാനവും ലോകം തരുന്ന മാനവും, അല്ലെങ്കിൽ ഈ ആൾക്കാർ പറഞ്ഞ പോലെ ഈ ഗോളത്തിൽ, പെന്തിക്കോസ് ഗോളത്തിലോ ഈ ഗോളത്തിൽ വലിയ അറിയപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്നത്, റെക്കഗ്നൈസ്ഡ്, അക്നോളജ്മെൻറ്റ്, ഇതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കാഴ്ചപ്പാടും മാറിയെന്നിരിക്കും, ഇല്ലേ? ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും മാറല്ലേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വം. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ. മാറിയാൽ ഞാൻ പിന്നെ പതുക്കെ എൻ്റെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കും, എൻ്റെ മക്കളെപ്പറ്റി ചിന്തിക്കും. മക്കളെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഓരോ നല്ല സ്ഥാനത്താക്കണം. പിന്നെ ഞാൻ ലോകത്തിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, കുറേ കാശ് ഉണ്ടാക്കണം, ശുശ്രൂഷയിൽ നിന്ന് കുറേ കാശ് ഉണ്ടാക്കണം. പിന്നെ അല്ലെ ലോകത്തിൽ വേറെ എന്തെങ്കിലും വ്യാപാരത്തിലും കുറേ കാശ് ഉണ്ടാക്കണം, ലോകത്തിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് സ്ഥാനം വേണം, എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് ഉയരണം. പിന്നെ എൻ്റെ പ്രസംഗം എന്തുമായിരിക്കും? നിങ്ങളെയും കൂടി ഉയർത്താനുള്ളതായിരിക്കും, ഇല്ലേ? അങ്ങനല്ലേ? നിങ്ങളെയും കൂടി നിങ്ങളോട് പറയും ഇങ്ങനൊന്നും പോരാ, ഇങ്ങനൊന്നും ഇരുന്നാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദൈവദാസൻ്റെ കാഴ്ചപ്പാട് മാറിയാൽ ആ ദൈവദാസൻ പിന്നെ എന്തുവാ ചെയ്യുന്നത്? നിങ്ങളോടും പറയും, വിശ്വാസികളോടും പറയും, നിങ്ങൾ ലോകത്തിൽ മാനിക്കപ്പെടണം, നിങ്ങൾ ഇവിടെ വലുതാകണം, ഇവിടെ പ്രത്യാശ, സ്വർഗീയ പ്രത്യാശ മാറിയിട്ട് നിങ്ങളുടെ എല്ലാം പ്രത്യാശ ഈ ലോകത്തിലാകും. അവസാനം നന്മ വല്ലതും തരണമെങ്കിൽ എവിടെ നിന്ന് വരണം? ആയുസോ ആരോഗ്യമോ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു. അതുകൂടി ഇല്ലാതായിപ്പോകും. കാരണം ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പ്രത്യാശ ഈ ലോക ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യനേക്കാൾ അരിഷ്ടൻ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന യു ആർ ദ മോസ്റ്റ് പിറ്റിഫുൾ എന്ന് വെച്ചാൽ ഒരു ഭിക്ഷക്കാരനേക്കാൾ, സകല മനുഷ്യനേക്കാൾ എന്ന് ബൈബിൾ പറഞ്ഞു. ഐ ബിലീവ് ഇറ്റ്. ഐ ബിലീവ് എവ്രി വേർഡ് റിട്ടൺ ഇൻ ദ ബൈബിൾ. ബൈബിളിൽ എഴുതിയേക്കുന്ന ഓരോ വാക്കും ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൈവം പറയുക, സകല മനുഷ്യനേക്കാൾ നീ അരിഷ്ടനാകുമെന്ന് പറഞ്ഞാൽ വളരെ താന്ന ഒരു യാചകനേക്കാൾ നീ അരിഷ്ടനാകും എന്ന് തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. ചിലപ്പോൾ അത് ഡേ നമ്പർ പിറ്റേ ദിവസം അങ്ങോട്ട് കാണത്തില്ല, പക്ഷേ ജീവിതത്തിൽ പതുക്കെ അതങ്ങോട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടും. കാര്യം കർത്താവ് ഒട്ടനെ അല്ല അടിക്കുന്നത്. ദൈവം കൃപാ സമ്പന്നനാണ്. ഹീസ് മേഴ്സിഫുൾ. കർത്താവ് വീണ്ടും വീണ്ടും ഇടപെടും അതിനൊരു മാറ്റം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന പോലെ മറ്റുള്ളവർ സ്വന്തം കാര്യം അന്വേഷിക്കാൻ കാരണം അവരെല്ലാം ആത്മീയമായിട്ട് ക്ഷീണിച്ചു. അവരെല്ലാം അത്യാവശ്യം
ലേശം ആത്മീയരല്ല, ലൗകികരായിപ്പോയി. പക്ഷേ തിമോത്തിയോസ് അങ്ങനല്ല. തിമോത്തിയോസ് എങ്ങനെയാണ്? യെസ്, അവൻ സ്വന്തം കാര്യം കർത്താവ് വേദനയോടുകൂടി പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എങ്കിലും ഒന്ന് വായിച്ചോ. മത്തായി സുവിശേഷം 9:37-38, മാത്യു 9:37-38. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് എഴുതിയിട്ടുണ്ട്, 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണ്ട. രണ്ടിടത്തും, മത്തായിലും ലൂക്കോസിലും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, കൊയ്ത്ത് വളരെയുണ്ട്. നിങ്ങൾ യാചിക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾക്കല്ല യാചിക്കേണ്ടത്. രണ്ട് കാര്യമായി യാചിക്കണം എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവിന് വേണ്ടി. എൻ്റെ പിതാവിനോട് നിങ്ങൾ യാചിച്ചാൽ കിട്ടുന്നത് വരെയും നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾക്ക് നൽകിത്തരും. ദ വോളിയൂം ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അളവ്. യാചിക്കണം. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്ന യാചിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കൊയ്ത്തിൻ്റെ യജമാനൻ. ആരാണ് കൊയ്ത്തിൻ്റെ യജമാനൻ? കൊയ്ത്ത് നമ്മുടെ അല്ല. ശുശ്രൂഷ, മിനിസ്ട്രി, പ്രസ്ഥാനം ചിലപ്പോൾ ഓരോരുത്തരുടെ പേരിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കാണും. പ്രസ്ഥാനവും കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല. കൊയ്ത്ത്, ശുശ്രൂഷ, ഈ തോട്ടം, ഈ മുന്തിരിത്തോട്ടം ആരുടെയാണ്? അതിനൊരു യജമാനനുണ്ട്. ഈ മുന്തിരിത്തോട്ടം കാക്കാനാണ് ദൈവം തൻ്റെ ദാസന്മാരെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അവരാ ജോലി ചെയ്തില്ലെങ്കിൽ അവിടെ എഴുതിയിട്ടില്ലേ, ഞാൻ അവരെയൊക്കെ പുറത്താക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. യെരമ്യാ പ്രവചന പുസ്തകത്തിലും പുതിയ നിയമത്തിലും ആ ഉപമയിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വേലക്കാർ എണ്ണത്തിന് കുറവില്ല, നിങ്ങൾക്കറിയാമല്ലോ. എണ്ണത്തിന് കുറവില്ല എന്ന് മനസ്സിലായത് ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ആദ്യം ഒരു ഇതിൻ്റെ പരസ്യമൊക്കെ അങ്ങോട്ട് ഓൺലൈൻ പരസ്യമൊക്കെ കണ്ടിട്ട് ഒരു 100 പേരോ 150 പേരോ വരാൻ റെഡിയാണ്, അവരെല്ലാം വരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ വന്നോട്ടെ, പക്ഷെ അവർക്ക് സമയം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10-15-20 പേർക്കായിരിക്കും നമുക്ക് സമയം കൊടുക്കാൻ പറ്റുന്നത്. 2.5 മണിക്കൂറോ ഒക്കെ ആക്കാം മാക്സിമം, അത്രയൊക്കെ പറ്റത്തുള്ളല്ലോ. ചൂടല്ലേ, ചൂടത്തെ ആൾക്കാർ ഇരുത്തണ്ടേ, സമുദായക്കാർ ഇരുത്തണ്ടേ. അത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അടക്കമാണെന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണമാണെന്ന് അറിയുമ്പോൾ ആ പരിസരത്തുള്ള ദൈവദാസന്മാർ, അറിയുന്ന ദൈവദാസന്മാരെല്ലാം അപ്പോൾ എണ്ണത്തിന് കുറവില്ല. എനിക്ക് തോന്നുന്നില്ല ചിലപ്പം 150 വിശ്വാസികൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 150 ദൈവദാസന്മാർ ചിലപ്പം കാണും. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ കാണാൻ പോവാ നാളെ. അതുകൊണ്ട് വേലക്കാർ, വിശ്വാസികളുടെ അത്രയും തന്നെ എന്തുണ്ട്, വേലക്കാരുണ്ടോ എന്നാണ് ഞാൻ സംഭവിക്കുന്നത്. ഒത്തിരി പേര് സഭയില്ലാതുകൊണ്ടല്ലോ. അപ്പം വിശ്വാസികളുടെ അത്രയും തന്നെ വേലക്കാരൊക്കെ എണ്ണത്തിലുണ്ട്. എല്ലാവരും വേലക്കാരാണ്. പക്ഷേ അതല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസിന് പോലും സ്വന്തം കാര്യം അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്ന വിശ്വസ്ത വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാമെന്നേ. ഓരോ അധ്യായം ഫിലിപ്പി ലേഖനം പഠിച്ചു, അടുത്ത കൊലോസ്യ ലേഖനം പഠിക്കുന്നതിനോ തീരുമാനമെടുത്ത് മുൻപോട്ട്. ഇന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കൊയ്ത്തിൻ്റെ യജമാനൻ ഇവിടുത്തെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരൊന്നുമല്ല, ഇവിടുത്തെ പ്രസ്ഥാന ഹെഡുകൾ, പ്രസിഡൻറ്റുമാരൊന്നുമല്ല. കൊയ്ത്തിൻ്റെ യജമാനൻ കർത്താവാണ്. സ്തോത്രം. കൊയ്ത്തിൻ്റെ യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വസ്ത വേലക്കാർ. ആ വേലക്കാർ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വന്തം കാര്യം അന്വേഷിക്കാതെ ആരുടെ കാര്യം അന്വേഷിക്കണം? യേശുവിൻ്റെ കാര്യം. മറ്റുള്ളവരെല്ലാവരും, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, മറ്റുള്ളവരെല്ലാവരും അവരുടെ സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുമ്പോൾ തിമോത്തിയോസ് മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ കാര്യം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അത് എൻ്റെ കൂട്ടുള്ള ചിന്തിക്കുന്ന ആ കാഴ്ചപ്പാടുള്ള തിമോത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് അയക്കും. യെസ്, അടുത്ത വാക്യം വായിച്ചാൽ. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ്റെ ആ സിദ്ധത, ആ റെഡിനെസ് ഇല്ലേ, അവൻ്റെ ആ മനസ്സ്. ശുശ്രൂഷയ്ക്ക് വേണ്ടത് എന്തൊക്കെയാ? ആ ദൈവിക സ്വഭാവം, ആ മനസ്സ്. മലയാളം ബൈബിൾ സിദ്ധത എന്ന് എഴുതിയേക്കുന്നത് റെഡിനെസ്. ആരും പറഞ്ഞിട്ടല്ല, നിർബന്ധിച്ചിട്ടല്ല, പ്രവാചകൻ അടികൊള്ളുമെന്ന് പറഞ്ഞിട്ടല്ല. ഇത് മനസ്സാ. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു കാര്യം. കർത്താവ്, ഒരു അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി, യൂസ് മീ ലോർഡ്. എത്ര ദൈവ ഹല്ലേലൂയ വിളിയുള്ളവരാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയും, എന്നെ ഉപയോഗിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൊയ്ത്തിൻ്റെ യജമാനോട് വിശ്വസ്തരായ വേലക്കാർക്ക് വേണ്ടി. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ ഉപയോഗിക്കണമേ. അത് പ്രായ വ്യത്യാസമെന്നെ, ആൺ പെൺ വ്യത്യാസമെന്നെ നമുക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം. വിളി എല്ലാവരുടെ മേലുണ്ട്. അത് ആര് റെഡിയാകുന്നോ, ഈ സിദ്ധത അല്ലെങ്കിൽ ഈ റെഡിനെസ് ഉള്ളവരെ മാത്രമേ കർത്താവിന് സ്റ്റാഫിന് കുറവൊന്നുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം,
നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ആരാർക്കും? ഈ കല്ലുകൾ ആർക്കും? സ്തോത്രം. നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ആരാ സ്തുതിക്കും? ജീവനില്ലാത്ത, ഞാനല്ല, ബൈബിളാ, പരിശുദ്ധാത്മാവാ പറഞ്ഞ, നിങ്ങൾ ആർത്തില്ല ഈ കല്ലുകൾ ആർക്കും. എന്നിട്ടാ കർത്താവ് പറയുന്ന ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ. സ്തോത്രം. രാജാതി രാജാവ് ഇറങ്ങി വരുമ്പോൾ അവിടെ കോലാഹലം ഉണ്ടാവും. ദേ വിൽ ബി എ കിങ്ലി വോയിസ്, അല്ലെങ്കിൽ എ സൗണ്ട്. അവിടെ ആഘോഷമുണ്ടാകും. ആരാധനയുടെ അല്ലെങ്കിൽ പുകഴ്ചയുടെ എൻ്റെ കർത്താവ് വലിയവനെന്ന് ആർക്കുന്ന നിങ്ങൾ ആർത്തില്ലേ? 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ദൂത സൈന്യമുണ്ട് എൻ്റെ കർത്താവിന്. സാറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്, ദൂതന്മാരുണ്ട്. സ്തോത്രം. അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്തുതിച്ചില്ലേ കർത്താവിന് ആരാധന കുറയത്തൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിച്ചില്ലേ ദൈവം ദൂതന്മാരെ അയച്ച് കാര്യങ്ങൾ ചെയ്യുന്നേ. എത്ര സ്ഥലത്താണ് നമ്മൾ ബൈബിൾ കണ്ടത്? ദൂതന്മാർ. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചില്ലേ ആർക്കാ നഷ്ടം? ഞാൻ പ്രവർത്തിച്ചില്ലേ ആർക്കാ നഷ്ടം? എനിക്കാ നഷ്ടം. കർത്താവിനൊരു നഷ്ടവും ഇല്ല. സ്തോത്രം. കർത്താവ് തൻ്റെ കാര്യങ്ങൾ വേറൊരാളെ ഉപയോഗിക്കും. കർത്താവ് ആരും വിശ്വസ്തനായില്ല, ദൂതന്മാരെ അയച്ച് കർത്താവ് ആ കാര്യങ്ങൾ ചെയ്യും. ഇനി ആരും വിശ്വസ്തനാകാഞ്ഞപ്പോൾ ഒരു കാലഘട്ടം ഉണ്ടായപ്പോൾ സ്വന്തം മകനെ അയച്ചതാണ് കർത്താവ്. അത് ഉപമയും നമ്മൾ കാണും. അവിടെ കർത്താവിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യും. ഞാൻ അതിനോട് ചേർന്ന് നിന്നാൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തുവാ? സ്വർഗത്തിൽ വലിയ പ്രതിഫലത്തിന് കാരണമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു എളിയദാസനായിട്ട്, ദാസിയായിട്ട് എനിക്കും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുങ്ങണം. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് അവൻ്റെ സിദ്ധത, ആ സാക്ഷ്യവും സിദ്ധതയെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. 2 തിമോത്തിയോസ് 1:5 ഒന്ന് വായിച്ച്. 2 തിമോത്തി 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരുന്നു. He was full of faith എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന ആ വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? അമ്മ, വലിയമ്മ. ഒരു കാര്യം, അവൻ്റെ അപ്പൻ യവനനായിരുന്നു, അമ്മ യഹൂദ, വലിയമ്മയൊക്കെ യഹൂദ സ്ത്രീയായിരുന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്, ഈ വലിയമ്മ, അമ്മ എന്നൊക്കെ നിങ്ങൾ ഇവിടെ വായിക്കുവാൻ, അല്ലെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എഴുതുവാൻ കാരണം, അപ്പന്മാർ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്തുവാ? അപ്പന്മാർ പുറത്തു പോയി ദൈവം കൊടുത്തിരിക്കുന്ന ജോലി എന്തോ, ആദാമിനെയും ഹവ്വയൊക്കെ ശപിച്ചപ്പോൾ അവർ തേജസ് നഷ്ടപ്പെട്ടു. പിന്നെ അവർക്ക് കൊടുത്തൊരു ദൗത്യമുണ്ട്. അപ്പന്മാർ പുറത്തു പോയി പുറത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഭവനത്തിന് വേണ്ട ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ ആഹാരം, അവരുടെ അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ അധ്വാനിച്ച് വേർത്ത് ജോലി ചെയ്യണം എന്നാണ് വചനം പറയുന്നത്. അമ്മമാരെയാണ് ദൈവം എന്തു ഏൽപ്പിച്ചിരിക്കുന്നത്? മക്കളെ ഡിസിപ്ലിൻ ചെയ്യുവാനും ട്രെയിൻ ചെയ്യുവാനും ഒരു കാഴ്ചപ്പാട് അവരുടെ ഉള്ളിൽ നടാൻ ദൈവം അമ്മമാരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഹവ്വയോടാണ് ദൈവം അത് പറഞ്ഞത്, ഹവ്വയുടെ സന്തതിയോടാണ് ദൈവം അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് നമ്മളത് കാണും. ഇവിടെ കറക്റ്റായിട്ട് അമ്മയും വലിയമ്മയും ലോയിസും യുണീക്കിയും ഒക്കെ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ആ ജോലി ചെയ്തു. അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ തിമോത്തി. ഇവിടെ നമുക്ക് സഭയിൽ 2 തിമോത്തിമാരുണ്ട്. തിമോത്തി എന്ന് പേര്, എനിക്കൊരു തിമോത്തി ഉണ്ടല്ലോ. തിമോത്തി എന്ന് പേരൊന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. സ്തേഫാനോസ് എന്ന് പേരിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കർത്താവിന് വേണ്ടി ശക്തനായിട്ട് നിൽക്കുകയും തേജസ് ശോഭിക്കുവനോ? തിമോത്തി എന്ന് പേരിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം ഈ കാഴ്ചപ്പാട് കൊടുത്താൽ അവർ ഓരോ സ്തേഫാനോസും തിമോത്തിയോസും പൗലോസും ഒക്കെ ആയിട്ട് നിൽക്കും, അല്ലെ അവർക്ക് തുല്യമായിട്ട് നിൽക്കും. സ്തോത്രം. അപ്പം നമ്മൾ മനസ്സിലാകണം, ഈ തിമോത്തി എന്നൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പൗലോസിനെ അയക്കുവാൻ ആ കാഴ്ചപ്പാടുള്ള അതിൻ്റെ പുറയിൽ ഒത്തിരി അധ്വാനമുണ്ട്. ഒരമ്മയുടെ അധ്വാനമുണ്ട്, ഒരു വലിയമ്മയുടെ അധ്വാനമുണ്ട്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പൈതലിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ കാഴ്ചപ്പാടാണ് അതിന്, ആ പൈതലിൻ്റെ അകത്ത്. അങ്ങനല്ലേ ഈ ബൈബിൾ പറയുന്നത്? അങ്ങനല്ലേ നമ്മളിവിടെ വായിക്കുന്നത്? വലിയമ്മ, അമ്മ ഉപദേശിച്ചതാണ് തിമോത്തിയോസിനെ ഇത്രയും ശക്തനാക്കി തീർക്കുവാൻ. അവനവൻ്റെ സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശുവിൻ്റെ കാര്യം അന്വേഷിക്കുവാൻ. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഹി വാസ് ഫുൾ ഓഫ് ഫെയ്ത്ത്. ആ വിശ്വാസം പകർന്നത്, ആ പൂർണ്ണ വിശ്വാസം പകർന്നത് അമ്മ, വലിയമ്മ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഒന്ന് ശോധന ചെയ്യും. ഇവിടെ കാര്യം, അവരാ കൂടുതൽ സമയം മക്കളോടുകൂടി ചെലവഴിക്കുന്നത്. ഒരമ്മയുടെ കാഴ്ചപ്പാടാണ് മക്കൾ എന്നുള്ളതിനകത്ത് ബൈബിൾ ഇവിടെ തിമോത്തിയോസ് ഒരു തെളിവാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ യേശുവിൻ്റെ കാര്യമല്ല അന്വേഷിക്കുന്നെങ്കിൽ അമ്മമാർ തീരുമാനമെടുത്തോ. ഇതുവരെയും പറഞ്ഞത് പോട്ടെ, പഴയ കാലം, അറിയായ്മയുടെ കാലം കർത്താവ് ക്ഷമിക്കുമെന്നല്ല വചനം പറയുന്നത്. അത് ക്ഷമിക്കും, തീർച്ചയായിട്ടും ക്ഷമിക്കും. ഇന്ന് തൊട്ട് നീ നിൻ്റെ കാര്യമല്ല അന്വേഷിക്കേണ്ടത്, ആരുടെ കാര്യമാണ് അന്വേഷിക്കേണ്ടത്? അപ്പം അതിനുള്ള അഭിഷേകം ആര് പ്രാപിക്കണം? അമ്മമാർ
പ്രാപിക്കണം. വീട്ടിൽ അപ്പന്മാരും ഉണ്ടെങ്കിൽ അപ്പന്മാരും അതെന്ത് ചെയ്യണം, പറയണം. അപ്പന്മാരും അമ്മമാരും ഒക്കെ ചേർന്ന് പേരൻസ് ആണ് കുഞ്ഞുങ്ങളിൽ ഒരു കാഴ്ചപ്പാടിടുന്നത് എന്ന് ബൈബിൾ വളരെ വ്യക്തം. അതാണ് തിമോത്തിയോസ് ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ അവൻ മറ്റുള്ള ദൈവദാസന്മാരിൽ നിന്ന് മറ്റുള്ളവരെല്ലാവരും അവരുടെ സ്വന്തം കാര്യം അന്വേഷിച്ചപ്പോൾ ഈ കൊച്ചിലെ ഇട്ട വിത്ത്, ആ ജീവൻ്റെ വിത്ത് പേരൻസിൽ കൂടി വന്നത്, അല്ല അമ്മയും വലിയമ്മയിൽ കൂടി വന്നത് തിമോത്തിയോസിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ വിത്ത് അവിടെ കിടന്നു, ആത്മാവ് നിറഞ്ഞപ്പോൾ ആ വിത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ല നീ ലോകത്തിൽ വലിയവനാകണം, ലോകത്തിൽ ശ്രേഷ്ഠമാകണം എന്നുള്ള വിത്ത് ആ ജാതികളുടെ കൂട്ടർ, ജാതി അമ്മ അത് തന്നെയാണ് പറയുന്നത്. ഒരു ദൈവസഭയിലുള്ള ആത്മാവ് നിറവ് പ്രാപിച്ച ഒരു അമ്മയും അത് പറയുവാണെങ്കിൽ നിങ്ങളും ജാതികളുമായിട്ട് എന്നാ വ്യത്യാസം? നിങ്ങൾ ലോകത്തിൽ വലിയവരായി തീരണം, സ്ഥാനമായി തീരണം എന്ന് ഏത് മൂർത്തിയെ ആരാധിക്കുന്നത്, ഏത് മാതാവിനെ ആരാധിക്കുന്നത് ഒരു ജാതീയ സ്ത്രീ പറയുന്ന കാര്യമാണ്. അത് തന്നെ ദൈവമക്കളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണോ? അതൊന്നുകൂടി ഞാനൊന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പേരൻസിന് വലിയ റോളുണ്ട് കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ. തിമോത്തിയോസിൽ നിന്ന് ഒരു വാക്യം കൊടുത്ത് വായിക്കാം. 1 തിമോത്തിയോസ് 4:14 തിമോത്തിയോസിനോട് പരിശുദ്ധാത്മാ വ്യക്തിപരമായിട്ടും. 1 തിമോത്തി 4:14 മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി. ഇവിടെ എഴുതിയിരിക്കുന്ന നിന്നിൽ ഉള്ള ആ കൈവെപ്പ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന നിഗ്ലക്ട് നോട്ട് ദ ഗിഫ്റ്റ്സ് വിത്തിൻ യു. നിന്നിലുള്ള ആ ഗിഫ്റ്റ്സ്, നിന്നിൽ ഒരു ശുശ്രൂഷ പകർന്നിട്ടുണ്ട്, ദേവദാസന്മാർ പ്രാർത്ഥിച്ചതിനെ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചിട്ടുണ്ട്, നിന്നിലുള്ള കൃപകളുണ്ട്, നിന്നിലുള്ള താലന്തുകളുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കറക്റ്റായിട്ട് ഗിഫ്റ്റ്, നിനക്ക് ദൈവം തന്നിരിക്കുന്ന വരങ്ങളുണ്ട്, അത് നീ ഉപേക്ഷയായിട്ട് വിചാരിക്കില്ല. അപ്പം മറ്റുള്ള ദൈവദാസന്മാരും തിമോത്തിയോസുമായിട്ടുള്ള വ്യത്യാസം, കമ്പാരിസൺ ആണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം സ്വന്തം കാര്യം അന്വേഷിച്ച അവരുടെ മേലും അഭിഷേകം പകർന്നു, തിമോത്തിയോസിൻ്റെ മേലും അഭിഷേകം പകർന്നു. അവരുടെ മേൽ കൃപകൾ പകർന്നു, വരങ്ങൾ പകർന്നു, താലന്ത് കൊടുത്തു. തിമോത്തിയോസിൻ്റെ മേലും കൃപകൾ പകർന്നു, വരങ്ങളല്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ലേ കർത്താവ് പക്ഷാഭേദം കാണിച്ചത്. ലോർഡ് വിൽ നോട്ട് ഷോ പാർഷ്യാലിറ്റി. കർത്താവ് എന്ത് ചെയ്യത്തില്ല, പക്ഷാഭേദം. തിമോത്തിയോസിന് ഇച്ചിരി കൂടുതൽ നല്ലൊരു കാഴ്ചപ്പാട് കൊടുത്തിട്ട് മറ്റുള്ള ദൈവദാസന്മാർക്ക് ഒരു സാധാ കാഴ്ചപ്പാട് കൊടുത്തതല്ല ദൈവമക്കളെ. തിമോത്തിയോസിനോട് ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് പറഞ്ഞു നിന്നിലുള്ള വരങ്ങൾ നീ എന്ത് ചെയ്യില്ല. അപ്പം നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും എന്നിൽ ഒത്തിരി കൃപകൾ കാണും, എന്നിൽ ഒത്തിരി വരങ്ങൾ കാണും, ഞാനത് ഉപേക്ഷയായിട്ട് അങ്ങ് വിചാരിക്കുക. ഐ ഡോണ്ട് ടേക്ക്, അതല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ലോകത്തിൻ്റെ വിഷയമാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന പല കൃപകളുണ്ട്, വരങ്ങളുണ്ട്, അത് ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അതെങ്ങനെ വർധനവുണ്ടാവും? ഉപമ എത്ര വ്യക്തമാണ്. അപ്പം നിന്നിലുള്ള വരങ്ങൾ, നമുക്കിന്ന് പകൽക്കാലം തീരുമാനമെടുക്കാം ദൈവമക്കളെ. നിന്നിലുള്ള വരങ്ങൾ, നിന്നിലുള്ള വിളി, നിന്നിൽ ദൈവം തന്നിരിക്കുന്ന കൃപകൾ, അത് ഉപേക്ഷയായിട്ട് വിചാരിക്കല്ല. 24 വാക്യം ഒന്ന് വായിച്ച്. ഫിലിപ്പിയ ലേഖനം. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ കാര്യം എങ്ങനെ ആകും എന്ന് പറയാൻ എന്നാ, തൻ്റെ മരണദിവസം അടുത്തടുത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതാ അവർ പറയുന്നത്? നിന്നെ വാൾ വെച്ച് എന്ത് ചെയ്യും? വെട്ടും, നിന്നെ കൊല്ലും. ഹീസ് ഹാങ് ടു ഡെത്ത്, അല്ലെങ്കിൽ വിധി അതാണ്. ചക്രവർത്തി അല്ലെ കോടതി വിധിച്ചിരിക്കുന്ന മരണം വരെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ക്രൂശിൽ കൊല്ലാനോ അല്ലെങ്കിൽ തല വെട്ടാനോ ആണ്, മരിക്കൊല്ലുവാനാണ് വിധിച്ചിരിക്കുന്നത്. വിധി, ലോകത്തിൻ്റെ വിധി അതായിരിക്കുമ്പോൾ എൻ്റെ എത്ര വിശ്വാസമാണ്. എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ അറിയും. ഉടനെ തന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയും. ആ തീരുമാനം അറിഞ്ഞാലോടെ എത്ര പ്രത്യാശ, ഒരു നിരാശയുടെ വാക്ക് അതിൻ്റെ അകത്തില്ല. അതിന് തലവെട്ടുവാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ തീരുമാനം ഒന്ന് അറിഞ്ഞാൽ ഉടനെ ഞാൻ എന്ത് ചെയ്യും? ജീവനോടുണ്ടെങ്കിൽ തിമോത്തിയോസിനെ ഞാൻ അങ്ങോട്ട് അയക്കും. എത്ര ഹല്ലേലൂയ പ്രത്യാശ. എന്നിട്ട് 24 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും താമസിക്കാതെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അതൊക്കെ ഒരു ദൈവാശ്രയമാണ് ദൈവമക്കളെ. ഇന്നൊരു ചെറിയ വിഷയം വന്നാൽ പതർന്ന ദൈവമക്കൾ ഇതൊക്കെ ഒന്ന് കേട്ടൊന്ന് ബലപ്പെടുന്നേ. സ്തോത്രം. ഐ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. താൻ കോടതി പറയുന്നു നിന്നെ കൊല്ലുമെന്ന്, ചക്രവർത്തി പറയുന്നു നിന്നെ കൊല്ലുമെന്ന്, പടയാളികളല്ല ജയിൽ ഓഫീസർ പറയുന്നു നിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. പക്ഷെ താൻ പറയുക ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു, ഞാൻ ഇറങ്ങി വരും, ഞാൻ നിങ്ങളെ വന്ന് കാണും, എനിക്ക് ഇനിയും ശുശ്രൂഷ ബാക്കിയുണ്ട്, ഞാൻ ആ ശുശ്രൂഷ ചെയ്യും. ആ ദൈവാശ്രയം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് എപ്പപ്രാദിത്തോസിനെ പറ്റി അവിടെ താഴോട്ട് പറഞ്ഞു. 25 വാക്യം. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനം നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ആരെ അയക്കുന്നത്? 4-ാം അധ്യായത്തിലും എപ്പഫ്രോദിത്തോസിനെ പറ്റി പറയുന്നുണ്ട്.
താൻ്റെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തു വിടുന്നത്. താനാണ് ഇത് എഴുതുവാനൊക്കെ സഹായിച്ചതും. താനൊരു ഈസ് എ ജെൻറ്റൈൽ. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ പൗലോസ് ഒരു യഹൂദൻ. താൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനും പരിച്ഛേദന ഏറ്റവനും താനൊരു യഹൂദൻ. പക്ഷെ ഇവിടെ എന്തുവാ വിളിക്കുന്നത്? എൻ്റെ സഹോദരനാണ്. താൻ എന്തുവാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ആ ഐക്യത ഇവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുവേലക്കാരൻ, എൻ്റെ സഹഭൃത്തൻ അല്ലെങ്കിൽ ഫെലോ സോൾജർ, ഈ ദൈവദാസനെ ഞാൻ നിങ്ങളുടെ അടുത്ത് അയക്കുന്നു. അവൻ ക്ഷീണിതനായിരുന്നപ്പോഴും ഒക്കെ എന്ത് ചെയ്തു? എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. ദൈവം അത് അവനോടും നീതിയായിട്ട് കണക്കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പഫ്രാദിത്തോസിന് ക്ഷീണം വന്നു. പൗലോസിന് ക്ഷീണമുള്ളപ്പോൾ എപ്പഫ്രാദിത്തോസ് ആണ് തന്നെ സഹായിച്ചത്. എല്ലാ ജയിലിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ ആവശ്യങ്ങൾക്കും ഒരു സഹോദരന്മാരോട് വരാഞ്ഞ സമയത്ത് വന്ന ആളാരാണ്? എപ്പഫ്രാദിത്തോസ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് ശുശ്രൂഷയിൽ നമ്മുടെ കൂട്ടല്ല. നമ്മളിവിടെ ഇത്രയും ദൈവമക്കളുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ പോരാട്ടവും അറ്റാക്കോ ഒന്നും ഇല്ലാതെ ഒരു പ്രാർത്ഥനാ വലയത്തിൻ്റെ അത്. ഞാൻ പലപ്പോഴും ഓർക്കും, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ചുരുക്കം പേര് ഇവിടെ വരുന്നുണ്ട്. അവർ മറ്റുള്ള കുടുംബങ്ങളെല്ലാം ഓർത്ത് അങ്ങ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ പലപ്പോഴും അത് ആൾക്കാർക്ക് കഴിയുന്നില്ല. സ്വത്രം ഒരു പ്രാർത്ഥന വലയത്തിൻ്റെ അകത്താണ് സഭയിലുള്ള ഓരോരുത്തരും ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മളങ്ങ് ശക്തരായതുകൊണ്ട് പോരാട്ടങ്ങളൊന്നും വരുന്നില്ല. ഇത്രയും പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദേശത്തിൽ നിന്ന് വരുന്ന പോരാട്ടം ഇറ്റ് ഈസ് ബീങ് ഷെയർഡ്. 40-50 പേരുണ്ടെങ്കിൽ അത് എന്തായി തീരുക? അത് ഷെയർഡായി പോവുക. അപ്പോൾ നമുക്ക് 50-1 40-1 ഒക്കെ നമുക്ക് ആ ഒരു അറ്റാക്കിൻ്റെ ഭയങ്കരത നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അന്നത്തെ കാലത്ത് ചുരുക്കം പേര് അവിശ്വസ്തരായി നിൽക്കുന്നു. ഒരു പൗലോസ്, ഒരു തിമോത്തിയോസ്, ഒരു എപ്പഫ്രോദിത്തോസ്, ചുരുക്കം അപ്പോസ്തലന്മാരൊക്കെയാണ് വിശ്വസ്തരായി നിൽക്കുന്നത്. അവർ ഫ്രണ്ടിൽ നിൽക്കുന്നു. അന്ന് അന്യാരാധന ശക്തി ഭയങ്കരമായിട്ട് ഇളകിയിരിക്കുന്ന സമയമാണ്. അറ്റാക്ക് ഭയങ്കരമാണ്. നമ്മളിവിടെ കാണുന്നു. തനിക്ക് ക്ഷീണം വന്നപ്പോൾ 26 വായിച്ച്, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു. താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. ദിനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു. എപ്പഫ്രോദിത്തോസിന് വളരെ ക്ഷീണമായിരുന്നു. താൻ വളരെ ക്ഷീണം എന്ന് പറഞ്ഞാൽ താൻ മരണക്കിടക്കയിലായിരുന്നു. ചെറിയ ക്ഷീണമല്ല, എന്തോ മാരകമായിട്ട് തനിക്ക് അസുഖം വന്നിട്ട് ഹി വാസ് ഓൺ ഡെത്ത് ബെഡ്. താൻ ഒരു വിശ്വസ്തരായ നല്ല ഓഫീസേഴ്സിനെ ഒരു രാജ്യത്തിന് നഷ്ടപ്പെടുമ്പോൾ രാജ്യത്തിന് വലിയ നഷ്ടമാണ് എന്ന് പറയുന്ന പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ദൈവദാസന്മാർക്ക് ഒരു പ്രത്യേക പ്രൊട്ടക്ഷനുണ്ട്. അതറിയാമോ? അതുകൊണ്ട് നമ്മളൊക്കെ എന്തായി തീരണം? വിശ്വസ്തരായി നിൽക്കണം. നമ്മുടെ മേൽ ഈ കാണുന്ന അതിലേക്കൂടി ഇതിലേക്കൂടി പോകുന്ന സാത്താനൊക്കെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിന് കുറവാണ്. നിങ്ങൾ വളരെ സമർപ്പണത്തോട് നിൽക്കുവാണെങ്കിൽ അതനുസരിച്ചാണ് ദൈവത്തിന് നിങ്ങളുടെ മേലുള്ള പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് ഉള്ള അധികാരം, നിങ്ങളുടെ മേലുള്ള അഭിഷേകം. ഒരു സാത്താനും പിന്നെ നിങ്ങളുടെ അടുത്ത് അടുക്കുവാൻ കഴിയത്തില്ല. ഒരു സാത്താൻ്റെ പ്രവൃത്തി നിങ്ങളുടെ അടുത്ത് ഫലിക്കത്തില്ല. എപ്പഫ്രോദിത്തോസ് വളരെ ശക്തരായിട്ട് നിൽക്കുമ്പോൾ പോരാട്ടം ശക്തമാണ്. താൻ ക്ഷീണിതനായി, അറ്റാക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിതനായി മരണക്കിടക്കയിലായി. താൻ മരിച്ചു പോയായിരുന്നെങ്കിൽ പൗലോസ് പറയുക, എന്തെങ്കിലും തനിക്ക് മരണക്കിടക്കയിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൂട്ട് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം അതില്ലാത്തത് കാര്യമാണ്. ദൈവത്തിൽ അവർ ആശ്രയിച്ചു. ഇതാണ് നമ്മൾ ഓടിപ്പോയത് ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു പോയേനെ അറിയാതെ. അതുകൊണ്ട് അന്ന് അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ അന്നത്തെ ചികിത്സാ രീതികളൊന്നും രക്ഷയില്ല. ഒരാൾ മരണക്കിടക്കയിലായ പിന്നെ എന്തുവാ? മരിക്കുക. ഇന്ത്യയിലൊക്കെ പണ്ട് എത്ര ഇതുപോലുള്ള മഹാവ്യാധികൾ വന്ന്, പോളിയോ മാത്രമല്ല എത്ര മഹാവ്യാധികൾ വന്ന് എത്ര കണക്കാണ്. 8 മക്കളുണ്ട്, 4 മരിക്കും. 12 മക്കളുണ്ട്, 6ഉം 8ഉം ഒക്കെ മരിക്കും. ഇതൊക്കെ സ്ഥിരം സംഭവമായിരുന്നു പഴയ വീടുകൾ അല്ലെങ്കിൽ 2 തലമുറ മുമ്പേ. അല്ലല്ലേ? കാരണം ഒരാൾ ക്ഷീണിതയായി കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ക്ഷീണിതയായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഇൻക്യുബേറ്ററിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ സപ്പോർട്ടിങ് മെഷീൻസ് കൊടുത്ത്, CPAP അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിങ് മെഷീൻസ് കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രീത്തിങ് സപ്പോർട്ടാണെങ്കിലും വേറെ ഏത് സപ്പോർട്ടാണെങ്കിലും ഒന്നും കൊടുക്കുന്ന സിസ്റ്റം ഒന്നുമില്ല. ഒരു കുഞ്ഞ് ക്ഷീണിതയായി കഴിഞ്ഞാൽ കുഞ്ഞ് എന്തു ചെയ്യുക? പോകുക, അത്രയേ ഉള്ളൂ. സ്തോത്രം. ഒരു വലിയ വ്യക്തി ഇവിടെ ഒരു എപ്പഫ്രോദിത്തോസ് മരണക്കിടക്കയിൽ എന്ന് പറഞ്ഞാൽ അവന് മരിക്കുക. പക്ഷേ അവിടും കർത്താവ് കരുണ ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ താൻ മരിച്ചായിരുന്നെങ്കിൽ, ഞാൻ ഓൾറെഡി ജയിലിലാണ്, കൈയും കാലും ആമത്തിലാണ്,
ഞാൻ ആകെപ്പാട് വല്ലാതായിപ്പോലെ. കർത്താവ് ചുരുക്കം പേരാ വിശ്വസ്തര, അവരെയും കൂടി കർത്താവ് കൊണ്ടുപോയോ വിളിച്ചോ എന്ന് ഞാൻ ചോദിച്ചു പോയേനെ. അത്രയ്ക്ക് വിഷമത്തിലായി പോയേനെ. കാരണം വിശ്വസ്തരെ മാത്രമേ വേല പരമേൽപ്പിക്കാൻ പറ്റൂ എന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, ജീവിതത്തിൽ താൻ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ മർക്കോസിനെ കൊണ്ടുപോകാതെ ശീലാസിനെ കൊണ്ടുപോയത്. അപ്പം ഒരു എപ്പഫ്രാദിത്തോസ് വിശ്വസ്തനായ, തന്നെ ഇത്രയും ശുശ്രൂഷിച്ച, താനും കർത്താവിനോട് പ്രാർത്ഥിച്ചു, താൻ കിടക്കയിൽ കിടന്നു, മരണം കാത്തു കിടന്നു, അത്രയ്ക്ക് അസ്ഥിഭഞ്ജനമായെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മരണം മുഖാമുഖം കണ്ടു. അവിടെ നിന്ന് കർത്താവ് അവന് സൗഖ്യം കൊടുത്തു, അവനെ ബലപ്പെടുത്തി. ക്ഷീണമുള്ള അവയവങ്ങൾക്കെല്ലാം കർത്താവ് ശക്തി പകർന്നു, സൗഖ്യം പകർന്ന് ദൈവം അവനെ ശക്തനാക്കി, ജയാളിയാക്കി എന്ന താഴെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചേ. എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു, അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ എൻ്റെ ദുഃഖം കുറയുവാനാണ് കർത്താവ് അവന് സൗഖ്യം കൊടുത്തത്. അവനെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുന്നു, ജയാളിയായിട്ട് അയക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയി. തിമോത്തിയോസിനെ പോലെ തന്നെ തൻ്റെ ആരോഗ്യമോ തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമോ ഒന്നും മൈൻഡ് ചെയ്യാതാണ് കർത്താവിൻ്റെ വേല. ഓരോരുത്തർ കർത്താവിൻ്റെ വേലയിൽ ആദ്യ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണുന്നേ. ഈ എപ്പഫ്രാദിത്തോസിൻ്റെ ജീവിതമൊക്കെ നമുക്കൊരു എൻകറേജ്മെൻ്റ് ആയി തീരട്ടെ. സ്വന്തം ക്ഷീണമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരു 1000 എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കതിന് പലപ്പോഴും മനസ്സില്ലാതിരിക്കുമ്പോൾ, എപ്പഫ്രാദിത്തോസിനെ പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പറയുക, അവൻ്റെ സ്വന്തം പ്രാണനെ പോലും എണ്ണാതെ ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി ക്ഷീണമുള്ള സമയത്തും ലേഖനവും പൊക്കിക്കൊണ്ട് ഫിലിപ്പി വരെ യാത്ര ചെയ്തു, പല കപ്പലും കയറി ഇറങ്ങി. ഇനി അതുകൊണ്ട് ഫിലിപ്പി സഭയോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ പ്രാണനെ പോലും മൈൻഡ് ചെയ്യാതെ ക്ഷീണമുള്ള സമയത്ത്, രോഗിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചത് നിങ്ങൾ അറിയുന്നല്ലോ. അവൻ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാണ് ക്ഷീണം മാറുന്നതിന് മുമ്പേ നിങ്ങളുടെ അടുത്ത് ഈ ലേഖനവുമായിട്ട് വരുന്നത്. അതുകൊണ്ട് അവനെ എങ്ങനെ റിസീവ് ചെയ്യണം എന്നാണ് 29 പറയുന്നത്. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. വലിയ ദാസൻ എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്ന ആരെ പറ്റിയാണെന്നറിയാം? സെലിബ്രിറ്റി പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണുന്നത്, ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളത്, ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത്, അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നു. ഒത്തിരി ഫീൽഡ് ഓഫ് സയൻസ് ഉണ്ട്. അവരൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കരമായിട്ട് ശമ്പളം കിട്ടുന്ന ഡേറ്റ സയൻസ്, ഡേറ്റ സ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെ മെക്കട്രോണിക്സ്, റോബോട്ടിക്സ് ഒക്കെ പോലുള്ള മെക്കട്രോണിക്സ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഫീൽഡ് ഓഫ് സയൻസാണ്. അതിലൊക്കെ ഡിഗ്രിയും PG ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ശമ്പളമൊക്കെ ആദ്യം തന്നെ നാട്ടിൽ തന്നെ ഒരു 5-6 ലക്ഷം രൂപ, വെളിയിൽ അതിൻ്റെയൊക്കെ 8 ഇരട്ടിയാണ്. അപ്പം ഇവരൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ദൈവദാസന്മാരുണ്ടാക്കുന്നു, ചില ഇതുപോലുള്ള ദൈവദാസന്മാരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് കിട്ടിയാൽ ഒരു 30 ദിവസം, ആ 30-ൻ്റെ അകത്ത് ഒരു 25 ദിവസം വേണ്ട, ഒരു 20 ദിവസം പ്രോഗ്രാം കേട്ട് ആ വ്യക്തിയുടെ വരുമാനം ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയാണോ? പിന്നെ ദൈവദാസന്മാർ കാഴ്ചപ്പാട് മാറിപ്പോയെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരാളുടെ വരുമാനം 20 ലക്ഷം രൂപയാണെങ്കിൽ അവൻ്റെ ശൈലി ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മക്കളും അവരുടെ മക്കളുടെ കാഴ്ചപ്പാടും കുടുംബവും പിന്നെ അവർക്ക് താഴ്മ കാണുമോ? പിന്നെ അഹങ്കാരത്തിലുള്ള വാക്കുകളായി പോകത്തില്ലേ? മനുഷ്യനല്ലേ, ചീർത്തു പോകുമല്ലേ? ഇതാണ് നമ്മുടെ ഇടയ്ക്ക് നടക്കുന്നത്. അതുകൊണ്ടാണ് അന്നേ തിമോത്തിയോസിനോട് അപ്പോസ്തലൻ ഉപദേശിച്ച് മറ്റുള്ളവരെല്ലാം അവരുടെ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തിമോത്തിയോസ് അങ്ങനല്ല, യേശുവിൻ്റെ കാര്യം. ഇവിടെ ഒരു എപ്പഫ്രാദിത്തോസിനെ പറ്റി പറയുന്നു. സ്തോത്രം. എപ്പഫ്രാദിത്തോസ് അവൻ്റെ മരണക്കിടക്കയിൽ, അല്ലെങ്കിൽ അവൻ്റെ അസുഖം മാറുന്നതിന് മുമ്പേ അവൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് എങ്ങനെയാണ്? ക്ഷീണം മാറുന്നതിന് മുമ്പേ തൻ്റെ സ്വന്തം ആരോഗ്യം പോലും കണക്കിടാതെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം. സഭയോടുള്ള ഉപദേശമാണ് ഇതൊക്കെ. എത്ര ദൈവദാസന്മാർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും എന്ന് എനിക്കറിയത്തില്ല. പൂർണ്ണ സന്തോഷത്തോടുകൂടി അവനെ കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ഭയക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും കൃപയോടുകൂടി ഓർക്കേണ്ടത്. ബഹുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ സിംഹത്തെ കാണുന്ന പോലുള്ള ബഹുമാനമല്ല, ഭയങ്കരം എന്നുള്ള രീതിയിലുള്ള ബഹുമാനമല്ല, അത് ദൈവം മാത്രമാണ്. സ്തോത്രം. പക്ഷെ അങ്ങനെയുള്ളവരെ സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു സ്നേഹം വരുമല്ലോ, ബഹുമാനത്തോടു കൂടിയുള്ളൊരു സ്നേഹം വരുമല്ലോ. അങ്ങനെയുള്ളവരാണ് ദൈവദാസന്മാർ, അങ്ങനെയുള്ളവരാണ് വിലയേറിയ ദൈവദാസന്മാർ. ഇന്നും ചുരുക്കം കാണും, എല്ലായിടത്തും കാണും. ഒരാൾ മാത്രമൊന്നുമല്ല, എല്ലാ ദേശത്തും കാണും. ചുരുക്കമായിരിക്കും, അവർ വലിയ ഫേമസ് ഒന്നും ആയിരിക്കത്തില്ല. അവരുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ കർത്താവ്, ഇത് സഭയോടുള്ള ഉപദേശമാണ്. ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. പൂർണ്ണ സന്തോഷത്തോടുകൂടി കൈക്കൊള്ളുവിൻ. കാര്യം സാത്താൻ അവനെ കിടത്താൻ നോക്കി, സാത്താൻ അവനെ
അവനെ തളർത്താൻ നോക്കി, സാത്താൻ അവനെ കൊല്ലാൻ നോക്കി. അതിൽ നിന്നെല്ലാം ജയം പ്രാപിച്ച് അവൻ്റെ ശരീരം ആരോഗ്യമൊന്നും വകവെക്കാതെ, കാരണം എന്തു, ഐ എം ഓൺ ഡ്യൂട്ടി, ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും അതിശക്തനായിത്തീരും. ഇതൊരു സമർപ്പണം അതേ മക്കൾ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രബോധനത്തിൽ എഴുതുന്നതും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കണം. ഈ സമർപ്പണമെങ്കിൽ കുറഞ്ഞത് നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. ഈ അന്ത്യകാലത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 30-ാമത്തെ വാക്യം കൂടി വായിച്ച് നിർത്താം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി. ഞാൻ ജയിലിൽ കിടക്കുന്നു, എൻ്റെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാനാണ് താൻ അത്രയും അധ്വാനിച്ച് ഭയങ്കരമായിട്ട് ഓടിയ നിമിത്തമാണ് താൻ മരണക്കിടക്കയിലായിപ്പോയത്. അതുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി ചെയ്ത വേല ഓർത്ത് സ്തോത്രം. ആ കുറവ് തീർക്കുവാൻ ഇത് ആരുടെ വേലയാണ്? ഇതിന് വല്ല കാശ് കിട്ടിയോ ഇപ്പോൾ പ്രാർത്ഥോസിന്? ഇല്ല. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. പരിശുദ്ധാത്മ ഇതിനൊന്നും കാശ് കിട്ടത്തില്ല ദൈവമക്കൾ, ഇതിനൊന്നും ആരും മാനിക്കത്തില്ല. ഇത് കാശിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല, കാശിന് വേണ്ടി ജോലി ചെയ്യണം. അല്ലല്ലേ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്തുവാ? ഇത് ദാനമായി ലഭിച്ചു, ദാനമായി കൊടുപ്പേ. ശുശ്രൂഷ ചെയ്യേണ്ടത് ദാനമായിട്ട് അതേ മക്കളെ. അല്ലല്ല അങ്ങനെ ചെയ്യുവാൻ മനസ്സുള്ളവർ ഇനിയുള്ള കാലത്ത് ശുശ്രൂഷ ചെയ്താൽ മതി. ഞാനൊരു 4 മക്കളെയും കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അവരെ പ്രതിഷ്ഠിച്ച സമയത്തും ദൈവദാസനെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ 4 മക്കളുടെ അകത്തും ദാനമായിട്ട് സ്വന്തമായിട്ട് മുഴുവനും സമർപ്പിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആരെങ്കിലും കർത്താവ് വിളിച്ചിട്ടുണ്ട്, അവർ മാത്രം ചെയ്താൽ മതിയെന്നേ. ഫീൽഡിൽ ഒത്തിരി കളിപ്പീർ ദൈവദാസന്മാരും ദേവദാസിമാരും ഉണ്ട്. അതിലൊരാളായി തീരുവാൻ എൻ്റെ മക്കളെ ആരെയും വിളിക്കല്ലേ എന്നാണ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇനിയുള്ള കാലത്ത് ആരിറങ്ങിയാലും ശരിക്കും ഇറങ്ങണം, അല്ലാത്തവർ ഇറങ്ങണ്ട. അവരെന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു, അവരവരുടെ കാര്യം അന്വേഷിച്ച് നടന്നു. അതുകൊണ്ട് പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്കും ഭാഗികമായിട്ട് ജോലിയോടുകൂടി കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യുന്നവരും ഇതൊരു മനസ്സാണ് മക്കളെ. ഈ മനസ്സ് ആർക്കും ഉണ്ടാക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളിൽ മനസ്സുണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നിൽ ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ അപ്പൻ പറഞ്ഞിട്ടല്ല ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഇതൊന്നും ആരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യുവാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായി തീരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തൻ്റെ കരമായിട്ടെടുത്ത് ഉപയോഗിക്കും, കർത്താവ് തൻ്റെ നാവായിട്ടെടുത്ത് ഉപയോഗിക്കും. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതനുസരിച്ച് അഭിഷേകവും അധികാരവും കർത്താവ് നമ്മളിൽ പകരും. പിന്നെ സാത്താൻ്റെ ഒരു പദ്ധതിയും നമ്മൾ നടക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ പവർഫുള്ളായി തീർന്നത്. വൂഫറിൻ്റെ അകത്തോട് എന്നൊന്നും പറയുന്ന പവർഫുൾ എന്നൊം പറയുന്ന അല്ല. ഇവിടെ വൂഫർ 1-2 വെച്ചിരിക്കുന്നത്, 12 വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൊക്കെ അറിയാം. അതങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ചങ്കിന് ഒരു ഇടി കിട്ടും, സബ് വൂഫർ. പക്ഷേ അതിലൊന്നും അല്ല ഇവിടെ കിടന്ന് പവർഫുൾ എന്നോ അല്ലെങ്കിൽ പറയുന്ന പോലൊന്നും അതൊന്നും അല്ല പവർ. സാത്താൻ നിങ്ങളെ കണ്ടാൽ ഞെടുങ്ങണം. പ്രൈസ് ദി ലോർഡ്. സാത്താൻ എൻ്റെ പണി അവൻ്റെ അടുത്ത് നടക്കത്തില്ല. അങ്ങനെ വിശുദ്ധിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കാം. ഇവിടെ എപ്പഫ്രാദിത്തോസിനെ പറ്റി ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കണം, അല്ലെ? ഇങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യണം. അങ്ങനെയുള്ള ചിലരെ മാത്രമല്ല, നമ്മളും അങ്ങനെ ആയി തീരണം. തിമോത്തിയോസും എപ്പഫ്രാദിത്തോസും നമുക്ക് നല്ല 2 മാതൃകകളായി നിൽക്കുമ്പോൾ അടുത്ത അധ്യായം തൊട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന നായ്ക്കളെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. സഭ കലക്കാൻ സാത്താൻ എന്തൊക്കെ, ഫിലിപ്പിയ സഭ നല്ല കൃപയോടുകൂടി നിൽക്കുമ്പോൾ വിച്ഛേദനം എന്ന് പറയുന്നത് ഗ്രൂപ്പിസം. ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് തമ്മിൽ അടിയുണ്ടാക്കുന്ന, അപ്പോൾ ഇങ്ങനെയുള്ള ഐക്യത കെടുത്ത് ഇതൊക്കെ സാത്താൻ്റെ പദ്ധതികളാണ്. ഒരു പദ്ധതിക്കും നമ്മൾ കൂട്ടു നിൽക്കല്ല, നമ്മളെ അതിന് കാരണമായി തീരല്ലേ. എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ ആത്മീയമായിട്ട് ക്ഷീണിച്ച സാത്താൻ എന്നെ അതിനുപയോഗിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മീയമായിട്ട് എപ്പോഴും ആത്മനിറവിൽ നിൽക്കുവാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം. തിമോത്തിയോസിനെ പോലെ എപ്പഫ്രാദിത്തോസിനെ പോലെ സ്വന്തം കാര്യം നടന്നാലും നടന്നില്ലേലും കർത്താവിൻ്റെ കാര്യം ചെയ്യുവാൻ നിങ്ങളെല്ലാം കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇതൊരു വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ.